തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 22 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 24 മുതൽ 28 വരെയും, വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയും തിരുവചനങ്ങൾ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയമായി ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കാൻ വിളിക്കപ്പെടുന്നവരാണ്. ക്രിസ്തുജന്മത്തെക്കുറിച്ച് നാം പര്യാലോചിക്കുമ്പോൾ, യേശുജന്മത്തിന്റെ ഓർമ്മയാചരണങ്ങളിൽ മുഴുകുമ്പോൾ ഹൃദയത്തെ ഭരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തന ഫലമായി നമ്മിലുണ്ടാകേണ്ട ഒരു മാറ്റമാണ്. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ നിന്ന് നമ്മെ എടുത്ത് ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുക എന്ന ഒരു ദൗത്യം ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവകൃപയ്ക്ക് വിധേയയായ മറിയം തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രഗീതം പാടി ദൈവത്തെ സ്തുതിക്കുന്നതാണ് സുവിശേഷ ഭാഗത്ത് നാം കാണുക. വ്യക്തമായി മറിയം പറയുന്നുണ്ട്, എൻ്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു. ദൈവത്തിന് സമർപ്പിതരാണ് എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തോട് കൂറുള്ളവരാണെന്ന് പറയുമ്പോൾ, ദൈവമക്കളാണെന്ന് അവകാശപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടത് എത്രത്തോളം നാം ഈ അർപ്പണത്തിൽ മുന്നേറുന്നുവെന്നാണ്. മറിയം പറയുന്നു, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. എങ്ങനെയാണ് നാം കർത്താവിൽ ആനന്ദിക്കുന്നവരാണോ? നമ്മുടെ ചിത്തം ദൈവേഷ്ടത്തിനനുസരിച്ച് ആയിത്തീരാനിടയാവുന്നുണ്ടോ? ദൈവത്തിൽ സന്തോഷിക്കുന്നവരാണോ നാം? പലപ്പോഴും ലോകത്തിൽ സന്തോഷിക്കുന്നവരായിട്ടാണ് നമ്മൾ കാണപ്പെടുക. ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിലെ സുഖദുഃഖങ്ങളോ ഭാഗ്യനിർഭാഗ്യങ്ങളെന്ന് കരുതപ്പെടുന്ന ഭൗതിക അനുഭവങ്ങളോ ഒന്നും ബാധകമാകേണ്ടതല്ലോ. പക്ഷെ ഈ ലോകത്തിലെ താൽക്കാലികതകളിലാണ് നമ്മൾ എപ്പോഴും ജീവിക്കുക. അതുകൊണ്ട് സന്തോഷം എപ്പോഴും എവിടെയാണ്? സമ്പത്തുണ്ടാകുന്നതിൽ, ജോലി കിട്ടുന്നതിൽ, കാര്യങ്ങൾ കാണുന്നതിൽ, സൗഖ്യം ഉണ്ടാകുന്നതിൽ. ഈ ലോകം എന്തൊക്കെ വെച്ച് നീട്ടുന്നുവോ അത് സ്വീകരിക്കുന്നതിന്റെ പേരാണ് നമ്മുടെ സന്തോഷം. നമ്മൾ ആനന്ദിക്കുന്നത് കർത്താവിലാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കർത്താവിന്റെ മഹിമയ്ക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതം എന്ന് പറയാൻ സാധ്യമല്ല. ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാനാണ് നമ്മുടെ ജീവിതം എന്ന് പറയാൻ സാധ്യമല്ല. മറിയം ഇത് പറയുന്നത് തന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ടാണ്. തന്റെ ദാസിയുടെ താഴ്മയോളം തൃക്കൺ പാർത്തു എന്ന് പറയുന്നത് ദൈവത്തോട് ഇതിന് പറയാത്തൊരു മനോഭാവം ഉള്ളതിനാണ് താഴ്മ എന്ന് പറയാം. മറിയം വിമല ഹൃദയമാണ്, വിനീത ഹൃദയമാണെന്നൊക്കെ പറയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്. മറിയം എങ്ങനെയാണ് വിനീത ഹൃദയമുള്ളവളാകുന്നത്? അവൾ ദൈവപിതാവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചും ജീവിതാവസ്ഥകളെക്കുറിച്ചും ഒക്കെ ദൈവത്തോട് പരാതിപ്പെടുന്നവരും എതിർക്കുന്നവരുമായിട്ട് മാറുന്നുണ്ട്. ദൈവമേ, ഇത് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടതെന്ന് ദൈവത്തോട് നമ്മൾ പറയുന്നു. അങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? നിശ്ചയമായും അത് എളിമയ്ക്കെതിരായ ഒരു പ്രവൃത്തിയാണ്. നാം സാധാരണ കാണേണ്ടത് മനുഷ്യരുടെ മുമ്പിൽ എളിമ കാണിക്കുക എന്നുള്ളതല്ല. ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളെ ഏത് മനോഭാവത്തോടെയാണ് സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത്? മറിയം ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നു. അഹങ്കാരികളെ ചിതറിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നു. എളിയവരെ ഉയർത്തുന്നൊരു ദൈവത്തെക്കുറിച്ച് പറയുന്നു. വിശക്കുന്നവരെ ഊട്ടുന്നൊരു ദൈവത്തെക്കുറിച്ച് പറയുന്നു. ദൈവത്തിൽ പരമമായ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിന് തന്നെ സമർപ്പിക്കാനായിട്ട് മറിയത്തിന് കഴിയുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുജന്മത്തിന്റെ പടവുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതാണ്. ഈ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ദൈവത്തിന്റെ അനന്ത മഹിമയ്ക്ക് യോജിച്ചു ജീവിതം നയിക്കാൻ സ്വയം സമർപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും ഉയരാൻ കഴിയണം. അപ്രകാരം ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവചനം അനുസരിച്ചുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ക്രിസ്തുജനനത്തിന്റെ സമ്പൂർണ്ണത നമ്മിൽ അനുഭവപ്പെടുക. നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിലൊക്കെ ഈ ക്രിസ്തു സ്നേഹത്തിന്റെ സമ്പൂർണ്ണതയാൽ നിറഞ്ഞവരായിട്ട് മാറാൻ വിളിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ യേശുവായിട്ട് ഈ ലോകത്തിന് അനുഭവപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് ദൈവത്തിന് സമ്പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? ക്രിസ്തുവായിട്ട് മാറുക എന്നുള്ളതാണ്. ക്രിസ്തുവായിട്ട് മാറുന്നത് എങ്ങനെയാണ്? പിതാവിന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമായി നാം പാത്രീഭവിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമഗ്രതയും പിതാവിന് ഇഷ്ടമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമ്പോഴാണ്. മറിയം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്തോത്രഗീതത്തിൽ മറിയം ചെയ്യുന്ന ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് നിറവേറ്റാൻ കഴിയുന്നുണ്ടെന്ന് ഓർക്കണം. ഹന്ന തനിക്ക് സാമുവേൽ ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ കൊടുക്കുന്നുണ്ട്. ദൈവം തന്റെ ജീവിതത്തിലെ പ്രാർത്ഥന കേട്ട് തനിക്കുന്ന കുഞ്ഞാണ്. സ്വാഭാവികമായി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. പക്ഷെ ഹന്ന ചെയ്യുന്നത് ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ദേവാലയത്തിൽ കാഴ്ച കൊടുക്കണം. അപ്പം അവനോടൊപ്പം ഒക്കെ ബലിവസ്തുവിനോടൊപ്പം ചേർത്ത് ഈ കുട്ടിയെ കാഴ്ച കൊടുക്കുകയാണ്. എനിക്കത് വേണ്ടെന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ദൈവം എന്നൊരു ദാനത്തെ തള്ളിക്കളയേണ്ടതുണ്ടോ എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവദാനം എന്തായിരുന്നു? ദൈവം എൻ്റെ അകത്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്.
ദൈവം എൻ്റെ വാക്ക് കേട്ടു, ദൈവം എന്നോട് പ്രത്യുത്തരിക്കുന്നു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നയാൾ. ആ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഹന്നയ്ക്ക് ലഭിക്കുന്ന സമ്മാനം, അല്ലാതെ കുട്ടിയല്ല. നമ്മളെപ്പോഴും ഈ ഭൗതിക നേട്ടങ്ങളിലാണ് നമ്മുടെ മനസ്സ് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം നടത്തി തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ഈ കാര്യത്തിലാണ് നമ്മൾ കിടക്കുന്നത്, അതിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ആളാണെന്നും എൻ്റെ ഹൃദയവത അറിയുന്ന ആളാണെന്നും എൻ്റെ ജീവിതത്തെ സമഗ്രമായി സംരക്ഷിക്കുന്നവനാണെന്നും അവൻ എന്നെക്കുറിച്ച് കരുതലുണ്ടെന്നും ഒക്കെ തിരിച്ചറിയുന്നതാണ് പ്രാർത്ഥന വഴിയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഭവപ്രദമാകേണ്ട ഒരു കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ നേടിയ കാര്യങ്ങളിലാണ് നാം കുടുങ്ങിപ്പോവുക. അങ്ങനെ ഈ നേടിയ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോവുക വഴി യഥാർത്ഥ നന്ദിയിൽ നിന്ന്, യഥാർത്ഥ ദൈവസ്നേഹത്തിൽ നിന്ന്, സമർപ്പണാനുഭവത്തിൽ നിന്ന് നാം പുറകോട്ട് ചലിക്കും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്തിലൂടെ നാം കടന്നുപോയി ക്രിസ്തു ജനനത്തിൻ്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തെ ഭരിക്കേണ്ട ഒരു കാര്യം അതാണ്. എൻ്റെ അകത്ത് ഇടപെടുന്നൊരു ദൈവം, എന്നിൽ പ്രവർത്തിക്കുന്നൊരു ദൈവം. യേശു ജനനം എന്നിൽ അനുഭവപ്രദമാകുന്നത് എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിനകത്ത് ഇടപെടുന്ന ഒരാളായിട്ട് ക്രിസ്തുവിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ഈ തിരുനാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും എനിക്ക് കഴിയേണ്ടതാണ്, ഈ സ്മരണയിൽ എനിക്ക് കഴിയേണ്ടതാണ്. എൻ്റെ ജീവിതത്തെ തന്നെ ഇങ്ങനെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു അവബോധാവസ്ഥ എന്നിൽ ഉണരേണ്ടതാണ്. അപ്രകാരം ആയിത്തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ, ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമ്മെ തന്നെ കയ്യേൽപ്പിക്കാം. ക്രിസ്തുജനനത്തിൻ്റെ നാൾവഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ മറിയം അപ്രകാരമാണ് ദൈവത്തിന് മുമ്പിൽ തന്നെ സമർപ്പിച്ചത്. അതുവഴി ദൈവാനുഭവത്തിൻ്റെ, ദൈവോത്ര ജനനത്തിന് ഇടം കൊടുക്കുന്നൊരു അനുഭവത്തിലേക്ക് വരാണ്ട് മറിയത്തിന് കഴിയുന്നത്. അപ്രകാരം ആയിത്തീരാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ആനുകാലിക ലോകത്തിന് ക്രിസ്തുവിനെ പ്രകാശനം ചെയ്ത് കൊടുക്കുക എന്നൊരു ബാധ്യത എനിക്ക് നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക. ജീവിതത്തിൻ്റെ കഷ്ടതകളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന അശരണരും ആലംബഹീനരുമായിരിക്കുന്ന മനുഷ്യരുടെക്ക് ദൈവം പ്രവർത്തനം നിർത്തിയിട്ടില്ല. എൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവനാണ്, നിങ്ങളിലും പ്രവർത്തിക്കുന്നവനാണ് എന്ന ഒരു ഉൾക്കാഴ്ച, ഒരു ബോധ്യതലം ഉയർത്തുന്ന ഒരു ജീവിതം നയിക്കാനായി എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അതിനാവശ്യമായ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.